രാജ്യത്തെ പ്രധാന രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മഹാരാഷ്ട്ര അതേപോലെ തന്നെ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആണ്, അതിൻ്റെ അവസാന ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. അവിടെയും പോളിംഗ് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്ര അതേപോലെ തന്നെ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ആണ് ഇന്ന് നടക്കുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകളും നടക്കുന്നു. ഉത്തർപ്രദേശിലെ ഏതാനും നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, കേരളത്തിൽ പാലക്കാടുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ്. നമുക്ക് ആദ്യം ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. मतदान नागरिकों का कर्तव्य है और नागरिक कर्तव्यों को प्रत्येक नागरिक ने करना चाहिए। इसलिए जहाँ जब मेरा मतदान है मैं वहाँ जाके पहले वो काम कर लेता हूँ दिन में, बाकी सब काम बाद में करता। अभी मैं बहुत दूर था, उत्तरांचल में था। एक दिन मेरे कार्यक्रम का कम करके केवल इसके लिए मैं कल रात को आया हूँ और आज चला जाऊँगा। तो मतदान ये कर्तव्य है, मतदाताओं ने मत देना चाहिए। ये मैं बोलता हूँ तो मुझे करना है, ये आज के दिन नहीं पूछना, बाद में। RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം നാഗ്പൂർ മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെയാണ് വോട്ടറായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. നമുക്ക് ഗൗതം അനന്തനാരായണനിലേക്ക് എത്താം. ഗൗതം, മഹാരാഷ്ട്ര അതേപോലെ തന്നെ ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏതാനും മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും വോട്ടെടുപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ്, മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ സീറ്റുകളിലും ഇന്നിപ്പോൾ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇപ്പോൾ നമ്മൾ കേട്ടത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം ഉത്തരാഖണ്ഡിൽ ഒരു സംഘത്തിൻ്റെ ശിബിരത്തിൻ്റെ ഭാഗമായി അവിടെയായിരുന്നു. എന്നാൽ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് താൻ നാഗ്പൂരിലേക്ക് ഇന്നത്തെ ദിവസം എത്തിയത്. ഉടൻ തിരിച്ചു മടങ്ങുന്നു. അതായത് അത്രത്തോളം പ്രാധാന്യം ഓരോ ജനങ്ങളും ഈ വോട്ടിങ്ങിന് നൽകണം. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്താണ് ഈ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് പ്രക്രിയ എന്ന സന്ദേശം ഒരിക്കൽ കൂടി RSSന്റെ തലവൻ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മുന്നിൽ ആഹ്വാനം ചെയ്യുകയാണ്. എന്തായാലും വോട്ടെടുപ്പ് സമാധാനപരമായി മഹാരാഷ്ട്രയിൽ ആരംഭിച്ചിരിക്കുന്നു. 288 നിയമസഭാ മണ്ഡലങ്ങളിലും ഒറ്റ ഫേസായി ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. മഹാരാഷ്ട്രയ്ക്കൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാർഖണ്ഡിലും ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ജാർഖണ്ഡിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 38 സീറ്റുകളിലാണ് ഇനിയും വോട്ടെടുപ്പ് ജാർഖണ്ഡിൽ ശേഷിക്കുന്നത്. 43 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ 13-ാം തീയതി വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ടം ജാർഖണ്ഡിലും ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 7 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ജാർഖണ്ഡിലും വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. 13, 20 തീയതികളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ പാലക്കാട് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 49 ഉപതെരഞ്ഞെടുപ്പുകളാണ് ഈ ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം നടക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ വൈകുന്നേരം എക്സിറ്റ് പോളുകൾ പുറത്തു വരും. 2 ദിവസത്തെ കാത്തിരിപ്പാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിനായുള്ളത്. 23-ാം തീയതി പാലക്കാട്, വയനാട്, ചേലക്കര മണ്ഡലങ്ങളുടെ ഫലം വരുന്ന അതേ ദിവസം തന്നെയാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിന്റെയും ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലം പുറത്തു വരുന്നത്. വിനോദ്, അങ്ങനെ തന്നെയാണ്. ഈ പൊതുവെ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ജാർഖണ്ഡ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ അടുത്ത സംസ്ഥാനങ്ങൾ ഭരിക്കേണ്ടത് ആരാണ് എന്നുള്ളതിൻ്റെ ജനഹിതമാണ് ഇന്ന് നടക്കുന്നത്. അത് വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നു. 23-ാം തീയതി വോട്ടെണ്ണലും നടക്കുന്നു. അപ്പോൾ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അതേപോലെ തന്നെ 49ഓളം ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. എത്രമാത്രമാണ് NDAയുടെ വിജയപ്രതീക്ഷ? അതുകൂടി ഒന്ന് പങ്കുവെക്കാമോ ഗൗതം? വിനോദ, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ NDAയും തമ്മിലുള്ള മത്സരമാണ് രണ്ട് സംസ്ഥാനങ്ങളിലും പ്രധാനമായി നടക്കുന്നത്. മഹാരാഷ്ട്ര ഈ തവണ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 1960-ൽ ഇന്നത്തെ വിശാല മഹാരാഷ്ട്ര സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ
ഇത്ര വാശിയേറിയ ഒരു മത്സരം ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നടന്നിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ശിവസേന അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന NCP, ഈ രണ്ട് പാർട്ടികളും പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം ശിവസേന 1965 രൂപപ്പെട്ട് പിന്നീട് 95 മഹാരാഷ്ട്ര ഭരിക്കുന്ന ഒരു ശക്തിയായി വളർന്ന ഒരു പ്രസ്ഥാനമാണ്. ഭരണമില്ലെങ്കിൽ പോലും ശിവസേനയ്ക്ക് മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയുടെയൊക്കെ കാലഘട്ടത്തിൽ വളരെ ശക്തിയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ശിവസേന 2022 രണ്ടായി പിളരുന്നത്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗം, ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ മറുഭാഗം. അങ്ങനെ രണ്ടായി പിളർന്ന ശിവസേനയും അതേ ഘട്ടത്തിൽ തന്നെ രണ്ടായി പിളരുന്ന NCPയും തമ്മിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന വലിയ സവിശേഷത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. ഇത് കൂടാതെ BJP കോൺഗ്രസ് മത്സരം നടക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മുന്നണിയായാണ് മഹാവികാസ് അഘാഡിയും മഹായുതി സഖ്യവും തമ്മിലുള്ള തീവാർന്ന മത്സരമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. അതിനാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അധികായരായ രണ്ട് ശക്തികൾ രണ്ടായി പിളർന്ന ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം ആ സംസ്ഥാനത്തൊരു സ്ഥിരമായ ഭരണം ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ അവിടെ മഹാവികാസ് അഘാഡിയുടെ നേതൃത്വത്തിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി തന്നെ പിളർത്തിക്കൊണ്ടാണ് അവിടെ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ NDA അവിടെ അധികാരത്തിലേറുന്നത്. അങ്ങനെ വലിയ അസ്വസ്ഥതകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് നിൽക്കുകയും വലിയ തോതിലുള്ള രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിനുമൊക്കെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആ സ്റ്റേറ്റ് വേദിയായതാണ്. അതിനാൽ തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നത് വളരെ നിർണായകമാണ്. അത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വരും നാളുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാവും മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരിക. ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡും ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിലും അവിടെ ഒരു സ്റ്റേബിളായിട്ടുള്ള സർക്കാരിനെ കൊണ്ടുവരാൻ BJPക്കാണ് സാധിച്ചത്. 2014 മുതൽ 2019 വരെ രഘുബർ ദാസ് ആദ്യമായി 5 വർഷം പൂർത്തീകരിക്കുന്ന ജാർഖണ്ഡിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി എന്നത് ചരിത്രമായിരുന്നു. പക്ഷേ 2019 BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ JMM സർക്കാർ വന്നെങ്കിലും അടുത്ത കാലത്ത് JMMന്റെ നേതാവ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ അഴിമതി കേസിൽ ജയിലിലാവുകയും പിന്നീട് ചമ്പായ് സോറൻ അവിടെ മുഖ്യമന്ത്രിയായി. ജയിലിൽ നിന്നും പുറത്തു വന്ന ശേഷം വീണ്ടും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ചമ്പായ് സോറൻ BJP പാളയത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ജാർഖണ്ഡ് സംസ്ഥാനം 2000 രൂപപ്പെട്ട സംസ്ഥാനമാണ്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകെ അവിടെ 5 വർഷം ഒരു മുഖ്യമന്ത്രി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ രഘുബർ ദാസ് ആണ്. ഇന്ന് അദ്ദേഹം ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ ചരിത്രം സൂചിപ്പിച്ചത് രാഷ്ട്രീയ അനിശ്ചിതത്വവും കൂടുവിട്ട് കൂറുമാറലുമൊക്കെ വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അവിടെയും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സർക്കാർ വേണം എന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ അത്തരം ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമമാകും ജാർഖണ്ഡിലെ ജനങ്ങൾ നൽകുക. എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും അഭിപ്രായ സർവേകൾ, മഹാരാഷ്ട്രയാണെങ്കിലും ജാർഖണ്ഡ് ആണെങ്കിലും, വിവിധ മാധ്യമങ്ങൾ നടത്തുന്ന അഭിപ്രായ സർവേകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്ന വിലയിരുത്തലും NDAയ്ക്കും BJPക്കും അനുകൂലമാണ്. ഹരിയാന മഹാരാഷ്ട്രയിൽ ആവർത്തിക്കും എന്ന് തന്നെയാണ് BJP ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ജാർഖണ്ഡിലും ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകേണ്ട അവസ്ഥ, അത്രത്തോളം കുത്തഴിഞ്ഞ സംവിധാനം ജാർഖണ്ഡിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിലനിൽക്കുന്നുവെന്ന വിമർശനം ശക്തമാണ്. അതിനാൽ വനവാസി വോട്ടുകളൊക്കെ ഇത്തവണ BJPയിലേക്ക് കേന്ദ്രീകരിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിനോദ്. അങ്ങനെ തന്നെയാണ് ഗൗതം. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പോളിംഗ് സമാധാനപരമായി തന്നെ പുരോഗമിക്കുന്നു, അങ്ങനെയല്ലേ? മറ്റ് അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. സമാധാനപരമായി പോളിംഗ് ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം. വോട്ടിൻ്റെ ശതമാനം വെച്ച് നോക്കുമ്പോൾ വോട്ടർമാർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നു. അവർ താല്പര്യത്തോടു കൂടി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. അങ്ങനെ തന്നെയല്ലേ രാവിലെ ഉള്ള ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഗൗതം? വിനോദ, ഈ രണ്ട് സംസ്ഥാനങ്ങളും ഉത്തരഭാരതത്തിൽ പൊതുവെ ഇപ്പോൾ ശൈത്യകാലം ആരംഭിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും ഡൽഹി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞുകാലം ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ കുറച്ച് സമയം കഴിയുമ്പോഴേ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. രാവിലെ വോട്ടർമാരുടെ തിരക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ രാവിലെ തന്നെ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തും. എന്നാൽ ശൈത്യകാലം ആകുന്നതിനാൽ ജനജീവിതം ഒരു സാധാരണ നിലയിലേക്ക് എത്തണമെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറച്ച് സമയമെടുക്കും. അതിനാൽ ജാർഖണ്ഡിൽ അതിശൈത്യമാണ്. മഹാരാഷ്ട്രയിലും ശൈത്യകാലം ആരംഭിച്ചിരിക്കുകയാണ്. അതിനാൽ കുറച്ച് സമയം കൂടി കഴിയുമ്പോഴാകും ഒരുപക്ഷെ സ്ത്രീകളൊക്കെ ഉൾപ്പെടെയുള്ള ധാരാളം വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് പോളിംഗ് ബൂത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം,
വളരെ സമാധാനപരമായിട്ടാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ജാർഖണ്ഡിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. കാരണം ജാർഖണ്ഡൊക്കെ മുൻപ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളായിരുന്നു. ആ സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വലിയ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു. കാരണം തുടർച്ചയായി കുഴിബോംബ് സ്ഫോടനങ്ങൾ നടത്തുകയും ഈ വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളെ നക്സലുകളും മാവോയിസ്റ്റുകളും ഒക്കെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ ആഹ്വാനം ചെയ്യുക, അത്തരം സംഭവങ്ങളൊക്കെ മുൻപ് ജാർഖണ്ഡിലുണ്ടായിരുന്നു. പക്ഷേ ജാർഖണ്ഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 43 മണ്ഡലങ്ങളിലേക്ക് കഴിഞ്ഞ 13-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി തന്നെ നടന്നു എന്നത് ഒരുപക്ഷെ ജാർഖണ്ഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമാധാനപരമായ പോളിംഗുകളിൽ ഒന്നാണ് കടന്നുപോയത്. നേരത്തെ ജമ്മു കാശ്മീരിൽ മികച്ച രീതിയിൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടെടുപ്പ് നടത്തിയത് നമ്മൾ കണ്ടു. ഒരു കാലത്ത് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ഭയമായിരുന്ന, കയ്യിൽ മഷി പുരട്ടിക്കഴിഞ്ഞാൽ ആ കൈ വെട്ടിമാറ്റുന്ന ഭീകരശക്തികൾ ഉണ്ടായിരുന്ന അതേ കശ്മീരിൽ വളരെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 ഫേസായി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി. കശ്മീരിൽ ഒരു സ്ഥലത്ത് പോലും റീപോളിംഗ് നടത്തേണ്ടി വന്നില്ല എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജാർഖണ്ഡും ലെഫ്റ്റിസ്റ്റ് സംഘടനകൾ പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനും സാധാരണ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ്. വനമേഖല ധാരാളമുള്ള സംസ്ഥാനമാണ്. പക്ഷേ അവിടെയും വളരെ സമാധാനപരമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു ഘടകമാണ്. വിനോദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ശൈത്യകാലമാണ് ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മന്ദഗതിയിലാണെങ്കിലും പിന്നീട് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. സമാധാനപരമായിട്ട് വോട്ടെടുപ്പ് നടത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ജാർഖണ്ഡിൽ അടക്കം നിരവധി മാവോയിസ്റ്റുകളും ഒക്കെ ഭീഷണി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു മേൽക്കൈ കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഗൗതം നൽകിയത്.